ഹായ് ഹലോ, ഇന്ന് ഞാനൊരു സ്പെഷ്യലായിട്ടൊരു സാധനം കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ടടാങ്! ഇതെന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? അതുപോലെ തന്നെ ഇതെന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്നറിയോ? പറഞ്ഞു തരാം. ഇതാണ് ട്രേസിങ് വീല്. നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ ഒരുപാട് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ഇട്ടത്. ഈ ഒരു ട്രേസിങ് വീൽ ഉള്ളതുകൊണ്ട് നമുക്ക് എപ്പോഴും ടാപ്പ് എടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എപ്പോഴും ചോക്ക് എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ചോക്കിൻ്റെയും ടാപ്പിൻ്റെയും ഒക്കെ ഒരു പകരക്കാരൻ എന്ന് തന്നെ നമുക്ക് പറയാം. അപ്പോൾ ഇതെന്താണ്, ഇതെങ്ങനെയാണ് യൂസ് ചെയ്യുന്നതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്നതിന് മുന്നായിട്ട് എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് തോന്നിയാൽ നിങ്ങളുടെ ബന്ധുക്കൾക്കും കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. ഇതാണ് ട്രേസിങ് വീൽ. ഇവിടെ ഒരു പിടി വരുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വീല് നമുക്ക് റൊട്ടേറ്റ് ചെയ്യും. ഇതുപോലെ കറക്കിയെടുക്കാൻ കഴിയും. ഒരു ചെറിയൊരു പിസ്സ കട്ടർ പോലെയൊക്കെ തോന്നുന്നുണ്ടാവും അല്ലേ? അതുപോലെ തന്നെയാണ് ഏകദേശം ഇതിൻ്റെ യൂസ് എന്ന് പറയുന്നത്. സ്റ്റിച്ച് ചെയ്യുന്ന നേരത്തെ ഈ ചോക്കയും അതുപോലെ തന്നെ ഈ ടാപ്പൊക്കെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ എടുത്തുകൊണ്ടിരിക്കണം. കാരണം മെഷർമെൻറ്റ് അങ്ങനെ ക്ലോത്തിൽ അടയാളപ്പെടുത്തി കൊടുക്കാൻ. കാരണം ഈ ഒരു മെഷർമെൻ്റ് ആണ് നമ്മുടെ ക്ലോത്തിൻ്റെ, അതായത് നമ്മുടെ ഡ്രസ്സിൻ്റെ ഒരു ഭംഗി എന്ന് പറയുന്നത്. അത് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഒന്ന് ചേഞ്ച് ആയി പോയാൽ ആ ഡ്രസ്സിൻ്റെ ഭംഗി മുഴുവനായിട്ട് പോവുകയും ചെയ്യും. അപ്പോൾ നമ്മൾ അത്രയും നേരം എഫേർട്ട് എടുത്ത് അടിച്ചതൊക്കെ വെറുതെ ആയി പോകും. അപ്പോൾ ഇതിനൊക്കെ പകരമായിട്ടാണ് കേട്ടോ ഈ ഒരു ഐറ്റം. ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നല്ലേ കാണിച്ചു തരാം കേട്ടോ. ഇതാണ് ട്രേസിങ് വീല്. ഈ ഒരു ട്രേസിങ് വീല് വെച്ചിട്ട് നമ്മുടെ ക്ലോത്തിൽ ഇതുപോലെ ഒന്ന് അടയാളപ്പെടുത്തി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ചോക്കേൻ്റെ ആവശ്യം വരുന്നില്ല, ഈ ഒരു ടാപ്പിൻ്റെ ആവശ്യം വരുന്നില്ല കേട്ടോ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഒരു ക്ലോത്തിൽ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അടയാളപ്പെടുത്തി എടുക്കണം. നമ്മൾ സാധാരണ ഈ ഒരു മുകൾ ഭാഗത്തും ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് അടയാളപ്പെടുത്തി എടുക്കും. അതുപോലെ ഇനി സ്റ്റിച്ച് ചെയ്യുന്ന, അതായത് നമ്മളിങ്ങനെ കട്ട് ചെയ്യും. ഇവിടെ നമ്മളെ ഷേപ്പ് ഭാഗം വരും. അപ്പോൾ ഷേപ്പിൽ നിന്ന് കുറച്ചൊരു ഭാഗം മാറിയിട്ടാണല്ലോ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുക. അപ്പോൾ നമ്മളെന്താ ഈ ഒരു മുകളിലത്തെ പീസിൽ മാത്രമേ നമുക്ക് അടയാളപ്പെടുത്താൻ കഴിഞ്ഞിട്ടുള്ളൂ. പിന്നെ താഴത്തെ പീസിലേക്ക് നമ്മൾ ഇതുപോലെ കൈയൊക്കെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ഒന്ന് ജസ്റ്റ് അടയാളപ്പെടുത്തി കൊടുക്കട്ടെ. അപ്പോൾ ഈ ഒരു വീലുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ല. പിന്നെ ഈ ഒരു അടയാളപ്പെടുത്തി കൊടുക്കുന്ന നേരത്തെ നമ്മൾ വീണ്ടും ടാപ്പ് എടുത്തിട്ട് കറക്റ്റ് ആണോ എന്നൊക്കെ നോക്കൂലേ, അളവ് അങ്ങോട്ടോ ഇങ്ങോട്ടൊക്കെ മാറിയിട്ടുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യും. അപ്പോൾ അതിനൊക്കെ പകരമായിട്ട് ഈ ഒരു വീല് മാത്രം മതി. ഈ ഒരു വീൽ നമുക്ക് എവിടെയാണോ കട്ട് ചെയ്യേണ്ടത്, അതുപോലെ തന്നെ എവിടെയാണ് നമ്മുടെ ഷേപ്പ് വരുന്നത് ആ ഒരു ഭാഗത്ത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അത് പ്രസ് ചെയ്യുമ്പോൾ ഒന്നെങ്കിൽ ഈ ഒരു ഭാഗത്തോ പിന്നെ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ ഇതിൻ്റെ ഈ ഒരു ഭാഗത്തോ പ്രസ് ചെയ്തിട്ട് നമ്മളിതുപോലെ ഒന്ന് ട്രേസ് ചെയ്തെടുക്കുക കേട്ടോ. ഈ ഒരു ഭാഗത്ത് പ്രസ് ചെയ്യുന്നതാണ് ഏറ്റവും സുഖമായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ ഒന്ന് ട്രേസായി കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ താഴ്ഭാഗത്തും കണ്ടില്ലേ, ഈ ഒരു ഭാഗത്തും കറക്റ്റിൽ പ്രസ്സായി കിട്ടും, അതായത് കറക്റ്റിൽ മാർക്കായി കിട്ടും. വീഡിയോയിൽ ഇത് എത്രത്തോളം കാണുമെന്നറിയില്ല കേട്ടോ. പക്ഷേ ഇങ്ങനെ അടയാളപ്പെടുത്തി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തേക്കും കറക്റ്റായിട്ട് തന്നെ ട്രേസ് ആയി കിട്ടും. അപ്പോൾ പിന്നെ നമ്മൾ വീണ്ടും ചോക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അതുപോലെ തന്നെ വീണ്ടും ടാപ്പ് എടുക്കേണ്ട ആവശ്യമൊന്നും വരുന്നില്ല. ഇതിലാണല്ലോ നമ്മൾ ചെയ്തെടുത്തത്. പക്ഷേ അത് വീഡിയോയിൽ അത്ര അങ്ങോട്ട് കാണുന്നില്ല. അപ്പോൾ വേറൊരു ക്ലോത്തിൽ ഞാൻ ചെയ്ത് ജസ്റ്റ് ഈ ഒരു ക്ലോത്തിൽ ചെയ്തിട്ട് കാണിക്കാം. നോർമലി നമ്മൾ 4 ആക്കിയിട്ടാണല്ലോ മടക്കിയെടുക്കുക. ഇതുപോലെ ഒന്ന് 4 ആക്കി മടക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമുക്കിത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്തെടുക്കാം. പ്രസ് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ഈ ഒരു ഭാഗം ട്രേസ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നിവർത്തിയെടുക്കുമ്പോൾ ഈ ഒരു ഭാഗത്തേക്കും ഏറ്റവും താഴെ വരുന്ന ലെയറിൽ വരെ കറക്റ്റിൽ വരുന്നുണ്ട്. ഈ ഒരു ക്ലോത്തിൽ ചെയ്തപ്പോൾ വീഡിയോയിൽ കറക്റ്റായിട്ട് കാണാൻ പറ്റിയിട്ടില്ല കേട്ടോ. കളറ് ചേഞ്ച് ആക്കിയപ്പോൾ കറക്റ്റിൽ കാണുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കിത് ഇതനുസരിച്ചിട്ട് കട്ട് ചെയ്യുകയും ചെയ്യാം. ഇനി ഷേപ്പ് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. അതായത് ഇടയ്ക്കിടയ്ക്ക് ഇനി ടാപ്പ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല, അതുപോലെ തന്നെ ചോക്ക് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. നമുക്കിത് ഈ ഒരു വീലുണ്ടെങ്കിൽ ഈസി ആയിട്ട് സിമ്പിളായിട്ട് നമുക്ക് അടയാളപ്പെടുത്തിയെടുക്കാം. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം മീഷോന്ന് പർച്ചേസ് ചെയ്തതായിരുന്നു കേട്ടോ. ഒരു കോംബോ ഓഫറിൽ കിട്ടിയതായിരുന്നു. സംഭവം അടിപൊളി ഐറ്റമാണ് കേട്ടോ. ഞാൻ ഒരുപാട് വീഡിയോസിലൊക്കെ ഈ ഐറ്റം കണ്ടിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാവും എന്താവും എന്നൊന്നും അറിയില്ല. നേരിട്ട് ഷോപ്പുകളിലൊന്നും കണ്ടിട്ടുമില്ല. അപ്പോൾ പിന്നെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു, പൈസ വെറുതെ ആവുമോ എന്നുള്ള കാര്യത്തിലൊക്കെ. പക്ഷേ അടിപൊളി സാധനമാണ് കേട്ടോ, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് വാങ്ങിയിട്ട് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ കോഡ് ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്ത് കൊടുക്കുക കേട്ടോ. വേണ്ടവർ പോയി പർച്ചേസ് ചെയ്യുക. അപ്പോൾ ഇനി ഒരു അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.